അപ്പോ സമയം ഇപ്പം എത്രയായി 11:14. ഞങ്ങളിങ്ങനെ നിക്കുമ്പോ അങ്ങാടി നിൽക്കുമ്പോ എനിക്കൊരു ഒരേ പൂതി ഒറ്റ മൈൻഡ്. പിന്നെ പറഞ്ഞോ എവിടക്ക് പോവാന്നാണ്? കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് കാണും ഗൈസ്. അപ്പം അപ്പാപ്പ നാളെ നോമ്പാണ്. അപ്പാപ്പ പീരീഡ്സാ അടച്ചോനെ എന്താ അവനൊക്കെ ചെയ്യണ്ടി ഗൈസ് അല്ലേ? ഇത് യൂട്യൂബിലാട്ടാ പ്രശ്നം ഉണ്ടാവേ. ഇത് യൂട്യൂബ് ഇടാൻ അടുത്ത് ഇനിയിപ്പോ പറഞ്ഞ അങ്ങനത്തെ അല്ലേ? അപ്പൊ നമ്മള് പോണ്ട് ഗൈസ്. വണ്ടി പോണ്ട്. ബാക്കി നമുക്ക് ഇങ്ങനെ പോകുമ്പോ കാണാം എന്തൊക്കെയാവുന്നുള്ളത്. പാട്ടാടാൻ പോവാണ്. പോണ വൈക്കാണ് അഫാഫിന് പാട്ട് പാടാൻ. അഫാഫിന് കരോക്കെ നിർബന്ധമാണ്. ഞാൻ ഉണ്ടപ്പോ പിന്നെ എന്തിനൊക്കെ കരോക്കെ എന്നാ കരോക്കെ അതന്നെ കരോക്കെ പാട്ടിന്റെ പാടാൻ അല്ലല്ല കരോക്കെ ഞാൻ കൊട്ടൂലേ. ഏത് കരോക്കെയാണ്? ഏത് കരോക്കെ പോകാൻ പാടി ഞാൻ കൊട്ടി തരാം. അഫാഫ ഒരു പാട്ട് പഠിക്കാം. അഫാഫ ഒരു പാട്ടാണോ? എനിക്കിപ്പോ സൗണ്ട് ഇല്ല. എന്താണ് ഈ പാടാൻ? എനിക്ക് സൗണ്ട് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ പാടി. എങ്ങനെ? എനിക്ക് സൗണ്ട് ഇല്ല, അതുകൊണ്ട് സൗണ്ട് അതിലൊരു പാട്ട് അടിക്കാം. നിങ്ങൾ എന്താണ് ഒരു പാട്ട് പാടി മയക്കി ഒരു പാട്ട്? ഞാൻ പറഞ്ഞ കരോക്കെ. എന്ത് കരോക്കെ? എടാ അജക്ക് എന്നാ കരോക്കെ ഉണ്ടായി? നിങ്ങൾ ശരി ചേട്ടാ പാടുണ്ടോ നിങ്ങള്? പാട്ട് പാട്. ചെറിയ പാട്ട് ചെറുത് മുട്ടിട്ടോ ചെറിയ പാട്ട് നമുക്ക് എല്ലാവരും കൂടെ പാടാം. ഓക്കെ ഏത് പാട്ട്? ഏതെങ്കിലും ചെറിയ പാട്ട്. അതല്ല സൗണ്ട്. അതായത് ഇന്ന് എല്ലാരും കൂടെ ഒപ്പരം പാടണം. എങ്ങനത്തത്? എല്ലാരും ഉണ്ട്. 3, 2, 1 മധുവർണ്ണ എനിക്ക് പാട്ടറിയില്ലല്ലോ. രണ്ടുപേര് തുടങ്ങി. ബാക്കി നിങ്ങൾ കേറല്ല, നിങ്ങൾ കേറ്റിയാ മതി. രണ്ടുപേര് പാടോ? നിങ്ങൾ തുടക്കം മുതലാണ് കേറ്റിയാ മതി. എന്നാ പാടി ഒന്നുകൂടി റെഡി. ഇജ് പാടിക്കോ. വിറ്റ കാര്യം അല്ലല്ല അത് എനിക്ക് കരോക്കെ ഇട്ടല്ല പാടാം. ഞാൻ അതിലും പാടില്ലേ. എന്തിന്? 500 രൂപ ഇട്ടത്. എണ്ണടിക്കല പൈസ 900 രൂപ ഇന്ന് അടിച്ചായിട്ട് പോവാം. കൈയൊക്കെ വേനോണ്ടാ ഇങ്ങനെ കുറിച്ചൊരു കൈ വേനോണ്ടേ. മാഷപ്പുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഗായ്സ്? നമ്മളിപ്പോ ഇവിടെ എത്തി ഗായ്സ്. നോക്കൂ, നമ്മളിപ്പോൾ ഇതാ ഇവിടെ എത്തി. വിജനമായ പാത. നേരെ നെഞ്ചത്തോട്ട് വരുന്നു. നെഞ്ചിനുള്ളിൽ ലോറിയാണ്, ലോറിക്കുള്ളിൽ പാമ്പിനുള്ളിൽ ഓനാണ് പാമ്പേ പാമ്പേ. അപ്പോ അങ്ങനെയൊക്കെയാണ്. നോക്കാം. ഓണാക്കിയപ്പോ ഇങ്ങോട്ട് പോകുന്നത് വെറും മടിയാ ഗൈസ്. നിങ്ങൾ അറിഞ്ഞത് തള്ള എല്ലാവരും ഉണ്ടായിന്. ക്യാമറ വെച്ച് മൈക്ക് എടുത്തപ്പോ തന്നെ ജുബീറിന് മടി. യഥാർത്ഥ കാര്യങ്ങളാണ്. എന്താണ് ഇപ്പൊ ഇന്ന് കോഴിക്കോടിനെ പറ്റി ഞങ്ങൾക്ക് പറയുന്നത്? ശനിയാഴ്ച അത്യാവശ്യം ആൾക്കാർ വരുന്ന ഏരിയയാണ് കോഴിക്കോട് ബീച്ച്. അപ്പൊ നാളെ നാളെ നിങ്ങൾ അടിക്കേണ്ടി വരില്ല. അത്രയും നല്ല ക്രൗഡായിരിക്കും ജനങ്ങള്. അതുകൊണ്ടല്ലേ ഒരുപാടുണ്ടാവും. 12:30 മണിയായി. ഈ ഒരു ക്രൗഡ് നമുക്കൊരു 3 മണി വരെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം ആളുകൾ രാത്രികളിൽ ഇവിടെ ഉണ്ടാവും. അത്യാവശ്യം ആൾക്കാർ രാത്രി ഇവിടെ ഉണ്ടാവും. അതിന് ആൾക്കാർ ഇങ്ങോട്ട് വരില്ല. ശനിയാഴ്ച അല്ലേ, ആൾക്കാർക്ക് രാത്രി വരണ്ടേ? രാത്രിയാണ് നമ്മൾ GCCയിലൊക്കെ നമ്മൾ രാത്രി ആൾക്കാർ നടന്നുകാണ്ട് പകല് കിടന്നുറങ്ങാന്നൊക്കെ GCCയിൽ അധികം ആൾക്കാർ. സൗദികളൊക്കെ അങ്ങനെ രാത്രി കിടന്നാണ്ട് പകലെന്താ ചെയ്യാ നടക്കലേ? ഇവിടെ എങ്ങനെയാണ്? പിന്നെ പകല് പുറത്തിറങ്ങി കിടക്കുക, രാത്രി. അതായത് മനുഷ്യന്മാര് പല കോലത്തിലാ തള്ളല്. എച്ചാല് തള്ളലിന്റെ ഊക്കാണത്. അതായത് നിങ്ങളിത് ഡ്രസ്സ് ശ്രദ്ധിക്കണം കേട്ടാ. ബോസിന്റെ ഡ്രസ്സ് ശ്രദ്ധിക്കണം. കോഴിക്കോട് ബീച്ച് മാറി രാത്രി വൈബ് തേടി ഇങ്ങനെ യാത്ര. ആരെന്തൊക്കെയാണ് എവിടെ ഇത്ര ആൾക്കാരെ കാണുന്നില്ല. പണ്ട് ഇങ്ങനെ അതായത് ഇപ്പോഴും പെണ്ണുങ്ങള് പെരയിലില്ല. അപ്പൊ ഇറങ്ങിയതാണ്. ഞാനല്ലേ
എന്റെ വൈഫ് വീട്ടിലുണ്ട്. എന്റെ കഥ അല്ല പറഞ്ഞപ്പോ ജുബീറിന്റെ കഥ പറഞ്ഞപ്പോ അപ്പൊ അഫാവ് ആദ്യം മുൻകൂർ ജാമ്യം എടുത്ത് ഇന്റെ പെണ്ണുങ്ങൾ വരലുണ്ട് പറയാണ്ട് ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടോന്നല്ല ചോദ്യം. രാത്രി പുത്രികൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ആഗ്രഹം വന്നല്ലോ എനിക്ക് കോഴിക്കോട് പോകുന്നു അവിടെ പോകുന്നു അത്ര തന്നെ. വിളിച്ചപ്പോ ഞമ്മൾ വന്നില്ല, അത്രേ ഉള്ളൂ നമുക്ക്. അതായത് ജീവിതത്തിൽ എന്ത് ചെയ്യാ, നമ്മൾ എങ്ങോട്ടെല്ലാം സ്ഥലത്ത് ഇങ്ങനെ പോവാ, അതിലിങ്ങനെ നമ്മള് വീട്ടിൽ മാത്രം അടങ്ങിക്കരുതെന്നാണ് അല്ലേ. ഇടക്കിടക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ അതിലിപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞോണ്ട് ഇടക്കിടക്ക് പെണ്ണുങ്ങൾ പറയണ്ട ആദിന്റെ വീടിന്റെ ചാവി പുറത്താണ്, വഫന്റെ വീടിന്റെ ചാവി പുറത്ത്. ഇതൊക്കെ കേട്ടിട്ട് കള്ളന്മാര് നാളെ അങ്ങോട്ട് വരും ചാവി പുറത്താറിനാല്. ജുബീർ കാർ എടുക്കാൻ പോയില്ലേ, പാപ്പ വയ്ക്കണ്ട് എടുക്കാൻ വയ്ക്കണ്ട്, ഒന്ന് ഇപ്പൊ വരാറിന്. അല്ല വയനാടുക്കാണോ ചാവി എന്താലേ. അപ്പൊ അവ ചെന്ന് ഉണ്ടാക്കിട്ട് പാട്ടടിക്കാം. പാട്ടോ കരക്കാണോ? നേരത്തെ ജുബീർ പാടിയ പാട്ടിന്റെ നേരത്തെ കരോക്കെ അതിന് ഓഫാക്കണതിന് നമ്മളിവിടെ സംസാരിച്ചിരിക്കണത് തള്ളലിന്റെ പീക്ക് ലെവൽ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടാ ക്യാമറ അവിടെ, ഫോൺ അവിടെ. എന്താ മാറ്റർ പോയോട്ടെ, എന്താ മുഖ്യമന്ത്രി US പോയതിനെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം? എടാ ഇവിടെ കോഴിക്കോട് എന്നിട്ട് മുഖ്യമന്ത്രി US പോയതല്ലേ ചർച്ച ചെയ്യാറ്, വേറെ എന്തോരം കാര്യങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട്. ഈ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വൈറലാണ്. ഇപ്പൊ നമ്മളെ വൈറല ഇന്നലെ ആദില വൈറല. ഇന്നലെ വീഡിയോ ഉണ്ടല്ലോ ആദിലിട്ട് ആ സാധനം, അതിൽ ആർക്കേ അയച്ചു കൊടുക്കണേ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാ. കടല വാങ്ങാം, കടല എനിക്ക് സ്ഥലമുണ്ട്. നമ്മളിപ്പോ കടല ലാസ്റ്റ് കാക്കാന്റെ അടുത്ത് ലാസ്റ്റ് 3 കടലാണ്. കാക്കാന്റെ പേരെന്താ? നസീറാക്കാന്റെ അടുത്ത് 3 കടലുണ്ട്. അത് വാങ്ങണ്ട 3 ഒരു കടലൊക്കെ 10 രൂപ. ഇപ്പൊ കടലക്കൊക്കെ വില കൂടി. അപ്പോൾ 10 രൂപേന്റെ കടലേ അതൊന്നും വാങ്ങിക്കോ. മറ്റേ പൊട്ടിക്കല് മറ്റേ അപ്പൊ കാക്കന്റെ ഒരു പടക്കം കിട്ടി കടലിന്റെ കൂടെ. അല്ലല്ല, ഈ സാധനം 10 രൂപ, 20 രൂപ. അതെ 12 രൂപ കൊടുക്കാവുന്ന വാങ്ങ്. കാക്കന്റെ 3 കടലുള്ള പറഞ്ഞു 3 വാങ്ങി. കാക്ക ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പിയാണ്, അൽഹംദുലില്ലാഹ്. കാക്ക ഹാപ്പിയാണ്. അയ്യേ ഫോൺ സൗണ്ട് ഇല്ല. കാക്ക പൈസ കാക്ക എന്താണിത്?